ദൂതുണ്ട്. നീ യെരുശലേമിൽ പ്രസംഗിച്ചതുപോലെ റോമിൽ നീ പ്രസംഗിക്കും. ഹല്ലേലൂയ. കാറ്റ് പ്രതികൂലമായി അടിച്ചോട്ടെ, ചരക്കുകളൊക്കെ ഈ കടലിലെടുത്ത് എറിഞ്ഞോട്ടെ, പക്ഷെ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവൻ അപകടം സംഭവിക്കത്തില്ല. നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, നിന്നെ കുറിച്ചുള്ള ആലോചനകൾ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അദൃശ്യമായ ചില ശക്തികൾ നിന്റെ ജീവിതത്തിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടുമ്പോൾ ഓർക്കുക, ഈ വാഗ്ദത്തങ്ങളെ തകർക്കുവാൻ ശത്രുവിന് സാധ്യമല്ല. ചിലപ്പോൾ ചില സാമ്പത്തിക തലങ്ങളിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാം, ചില മേഖലകളിൽ ചില കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുക. പക്ഷേ നിന്നോടുള്ള വാഗ്ദത്തം റോമിലെത്തുമെന്നാണ്, അവിടെ സാക്ഷ്യം പറയുമെന്നാണ്. ആ വാഗ്ദത്തത്തെ തകർക്കാൻ ശത്രുവിന്റെ ഓരോ തീരുമാനവും ഇന്ന് ആത്മാവിലൊന്ന് ജയമെടുക്കാമോ? എന്റെ ജീവിതത്തോട് പോരാടുന്ന, എന്റെ കുടുംബത്തോട് പോരാടുന്ന, എന്റെ ഭാവിയോട് പോരാടുന്ന, എന്റെ തലമുറയോട് പോരാടുന്ന ചിലരെ ജയിക്കുക. ഇന്ന് മകളുടെ ആത്മീയ അധികാരം, ദൈവത്തിന്റെ കൃപയുടെ വല്ലഭത്വം ഇന്ന് മകൾ സ്വർഗം നിങ്ങളുടെ മേൽ പകരുക. സങ്കീർത്തനക്കാരൻ ഉറപ്പോട് പോകുക, ആമേൻ സ്തോത്രം, ഞാൻ വീഴുവാൻ തക്കവണ്ണം അവൻ എന്നെ തള്ളി, പക്ഷേ ഞാൻ നിലം വരഞ്ഞായില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവം എനിക്ക് അനുകൂലമാണ്. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ ആർ നമുക്ക് പ്രതികൂലമായിരിക്കും? അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോടെ പറയാം, ഏത് പ്രതിസന്ധികളുടെ നടുവിലും എൻ്റെ ദൈവം എനിക്ക് അനുകൂലമാണ്.